ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമ്മൾ കഥയിലുമുണ്ടൊരു കാര്യം. ഇന്ന് നമ്മളോട് ആ വിഷയത്തിൽ സംസാരിക്കുന്നത് രാജീവ് ഫിലിപ്പ് സാറാണ്. സാർ ചങ്ങനാശ്ശേരി സ്വദേശിയാണ്, എഞ്ചിനീയറാണ്. കേരളത്തിന് വെളിയിലായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാലഘട്ടമെല്ലാം. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ പ്രത്യേകിച്ച് ട്രെയിനിങ് മേഖലകളിലൊക്കെ വളരെ സ്ഥിരം സാന്നിധ്യമാണ്. അപ്പൊ ഇന്ന് നമ്മുടെ 39ാമത്തെ സെഷനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരെയും ഈ സെഷനിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം നമ്മളെല്ലാം പ്രിയങ്കരനായ രാജീവ് ഫിലിപ്പ് സാറിനെയും. രാജീവ് ഫിലിപ്പ് സാർ, യു ആർ വെൽക്കം. Thank you, sir. Thank you, Sabu sir. Thank you for giving me the opportunity. കഥ പറയുക എന്ന് പറയുന്ന കലയാണെന്ന് കേൾക്കും, കലയാണെന്ന് പറയാറുണ്ട്. കല എനിക്കുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇവിടെ ഞാൻ പതിവായി കേട്ടിട്ടുള്ളത് വിദേശ കഥകളാണ്. മിക്കവാറും കൂടുതലും വിദേശ കഥകൾ അല്ലെങ്കിൽ മറ്റ് ഭാഷകളിൽ നിന്നുള്ളതായിട്ടുള്ള കഥകളാണ്. ഇന്ന് ഞാൻ നമ്മുടെ സ്വന്തം ഭാഷയിലുള്ള ഒരു കഥ തന്നെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അത് കൂടുതൽ നന്നായി പറയേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആയതുകൊണ്ട് പറയുന്നത് കുറച്ചുകൂടി ശ്രദ്ധിച്ച് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. മുറ്റത്തെ മുന്നിലേക്ക് മണമില്ല എന്ന് പറയുന്ന ആ രീതിയിൽ നന്നായി പറഞ്ഞില്ല എങ്കിൽ അത് ശോഭിക്കില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഞാനൊരു ശ്രമം എന്റെ ഭാഗത്ത് നിന്ന് നടത്തുകയാണ്. ഇത് നമ്മുടെ ചെറുകഥ പ്രസ്ഥാനത്തിലെ സുവർണ കാലഘട്ടം, അതായത് ഗോൾഡൻ ഏജിലുള്ള കഥ. 30കൾ തൊട്ട് 1930 തൊട്ട് ഇങ്ങോട്ടുള്ളതായ കഥകള്, തകഴി, അതുപോലെ തന്നെ നമ്മുടെ പൊറ്റക്കാട്, പെൺകുന്നമാക്കി, ഇങ്ങനെയുള്ളതായിട്ടുള്ള ആ റൊമാൻറ്റിക് അല്ലെങ്കിൽ ഈ പറയുന്നതായിട്ടുള്ള നവോത്ഥാന കാലഘട്ടത്തിലെ കഥകൾ. അതായത് കഥകൾ കുറച്ചുകൂടി മനുഷ്യനും മണ്ണുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അതായത് സാധാരണ മനുഷ്യന്റെ കഥ പറയുന്നതായിട്ടുള്ള കാലഘട്ടത്തിലെ ഒരു കഥയാണ്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കാരൂർ നീലകണ്ഠപിള്ള. കാരൂർ നീലകണ്ഠപിള്ളയെ കുറിച്ച് പറയുകയാണ്. അദ്ദേഹം മലയാള സാഹിത്യ പ്രസ്ഥാനത്തിന് വളരെയധികം നേതൃത്വം കൊടുത്ത, തുടക്കം കുറിച്ച വ്യക്തിയാണ്. സാഹിത്യ പ്രസാധക സഹകരണ സംഘം SPCS അത് കോട്ടയത്ത് തുടങ്ങിയ വ്യക്തികളിൽ ഒരാളാണ്. ആദ്യത്തെ 10-12 വർഷം, 10-20 വർഷത്തോളം അദ്ദേഹം അതിന്റെ സ്ഥാപക സെക്രട്ടറി ആയിരുന്നു. അതിനോടനുബന്ധിച്ച് നാഷണൽ ബുക്ക് സ്റ്റോൾ തുടങ്ങിയത് നിങ്ങൾക്കറിയാം. നമുക്ക് അക്ഷരനഗരിയായി കോട്ടയത്തെ അക്ഷരനഗരിയാക്കുവാൻ വളരെയധികം പങ്കുവഹിച്ചതായ വ്യക്തിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം സാധാരണക്കാരുടെ കഥകൾ പറയാനാണ് കൂടുതലായിട്ട് ശ്രമിക്കാറുള്ളത്. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. അതുകൊണ്ട് പല അധ്യാപക കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കഥ ഉതുപ്പാന്റെ കിണർ എന്ന കഥയാണ്. ഇത് മലയാള സാഹിത്യത്തിലെ മികവുറ്റ, അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായ കഥകളിൽ, മലയാള സാഹിത്യത്തിൽ ഉണ്ടായ കഥകളിൽ ഏറ്റവും മികവുറ്റ 10 കഥകളിൽ ഒന്നായിട്ട് പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു കഥ മരപ്പാവകൾ, അതുപോലെ ആ ഗണത്തിൽപ്പെട്ടതാണ് മരപ്പാവകൾ. പിന്നെ അദ്ദേഹം ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട്, 10-200 കഥകൾ എഴുതിയിട്ടുണ്ട്. കഥകൾ മാത്രമേ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ. നോവലുകളിലേക്ക് അദ്ദേഹം കടന്നിട്ടില്ല. നമ്മുടെ ദീപക് അതേ തരത്തിലുള്ള ജനിച്ചുള്ളതായ ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കഥകളെല്ലാം തന്നെ മനുഷ്യനും മണ്ണുമായിട്ട്, അല്ലെങ്കിൽ സാധാരണ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ സമൂഹത്തെ വളരെയധികം ഒബ്സർവ് ചെയ്തുകൊണ്ട് എഴുതുന്നതായിട്ടുള്ള, സമൂഹത്തെ സാമൂഹിക വിമർശനമൊക്കെ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള കഥകളാണ്. ഈ ഇന്നത്തെ ഉതുപ്പാന്റെ കിണറും അങ്ങനെയുള്ള കഥയാണ്. അതായത് അതിന്റെ പാത്രസൃഷ്ടിയൊക്കെ വളരെ പ്രത്യേകതയുള്ളതാണ്. ഉതുപ്പാൻ എന്ന വ്യക്തിയെ അദ്ദേഹം പാത്രസൃഷ്ടി, ക്രാഫ്റ്റ് ഒക്കെ വളരെയധികം ആകർഷിക്കുന്നതായിട്ടുള്ള ഒരു കഥയാണ്. ഞാൻ കഥ തുടങ്ങുകയാണ്. ഉതുപ്പാൻ എന്ന മനുഷ്യൻ അനാഥനാണ്. അവന് ജീവിതാവശ്യങ്ങൾ കുറവാണ്. അവനെ കൊണ്ടാവുന്ന ജോലി പകലന്തിയോളം ചെയ്യും. മറ്റുള്ളവരുടെ വേദന അയാളെ ദുഃഖിപ്പിക്കും. പ്രാർത്ഥനയ്ക്കും സുവിശേഷ പ്രസംഗത്തിനും അയാൾ സമയം കണ്ടെത്തി. ആ നഗരത്തിന്റെ മൂലയിൽ ഒരു തുണ്ടുഭൂമി അദ്ദേഹം വാങ്ങി. അതുവരെ
ഭൂമിയില്ലാത്തതായ ഒരു നിസ്വനായ വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരു തുണ്ട് ഭൂമി വാങ്ങിച്ചു. ഇങ്ങനെ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിൽ നിന്ന് താൻ ഉണ്ടാക്കിയ ആ പണത്തിൽ നിന്നും ഒരു തുണ്ട് ഭൂമി വാങ്ങിച്ചു. അവിടെ അദ്ദേഹം കുഴിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും വിചാരിച്ചു അദ്ദേഹം എന്തോ ട്രഷർ അല്ലെങ്കിൽ നിധി കണ്ടെത്താൻ വേണ്ടി കുഴിക്കുകയാണ്. എന്നാൽ അദ്ദേഹം കുഴിച്ചുകൊണ്ടിരുന്നത് കിണറാണ്. ആ കിണർ അദ്ദേഹം ആദ്യം തനിയെ കുഴിച്ചു തുടങ്ങി. പിന്നീട് താഴേക്ക് പോയപ്പോൾ കൂടെ മറ്റൊരു ആളെ കൂടി കൂലിക്ക് കൂട്ടി. അങ്ങനെ കിണർ താഴേക്ക് എന്ന് വെള്ളം കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ടായി. ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതായിരുന്നു. അദ്ദേഹം എല്ലാവരോടും നടന്ന് പറഞ്ഞു. എല്ലാവരും അദ്ദേഹത്തിന് വട്ടാണെന്നാണ് പറഞ്ഞിട്ടുണ്ട്. ഭ്രാന്തരാണ് ആയിട്ടാണ് കണക്കാക്കിയത്. കാരണം തുണ്ട് ഭൂമി ഉണ്ടായിട്ട് അവിടെ ഒരു ചെറിയ ചെറിയ തട്ടുകടയോ എല്ലാം തുടങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ ജീവിത സന്ധാരണത്തിന് ഉപയോഗിക്കാതെ വെറുതെ നാട്ടുകാർക്ക് വേണ്ടി കിണറുണ്ടാക്കുന്നതിന് വേണ്ടി അദ്ദേഹം പണമെല്ലാം ചിലവാക്കിയെന്ന് അദ്ദേഹത്തെ എല്ലാവരും കളിയാക്കി. എന്നാൽ അദ്ദേഹം ഇതൊന്നും കൂട്ടാക്കിയില്ല. അദ്ദേഹം ആ കഷ്ടപ്പെട്ടുണ്ടാക്കിയതായ ആ കിണറിന്റെ മുമ്പിൽ ഒരു ബോർഡ് വെച്ചു. കുരിശിന്റെ രൂപത്തിലുള്ള ബോർഡ് വെച്ചു. എന്നിട്ട് അവിടെ എഴുതി വെച്ചു, ഇങ്ങോട്ട് വരുവീൻ, ഇവിടെ ആശ്വസിക്കും. സാറേ മ്യൂട്ടായി പോയി. ബോർഡ് വെച്ച് വരെ പറഞ്ഞോളേ. ബോർഡ് വെച്ചത് സാറേ, ബോർഡ് വെച്ചു എന്നുള്ളത് വരെ പറഞ്ഞോളൂ, കേട്ടോളൂ. അതില് ഇങ്ങനെ എഴുതിയിരുന്നു, ഇങ്ങോട്ട് വരുവാൻ ഇവിടെ ആശ്വസിക്കാം. ബോർഡിന്റെ ഇരുവശത്ത് എഴുതി വെച്ചു. പെട്ടെന്ന് എനിക്ക് ബൈബിളിലെ ഒരു വാചകമാണ് ഓർമ്മ വരുന്നത്. അത് സെയിന്റ് മാത്യു 11:28. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഒരുപക്ഷെ ഈ വാക്കുകൾ അദ്ദേഹത്തിന് പ്രചോദനം ഉണ്ടാക്കുകയാണ്. അതുപോലെ തന്നെ സെയിന്റ് ജോൺ പറയുന്ന ഒരു വാക്യമുണ്ട്. ഇത് ചാപ്റ്റർ 7:37 ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. Those who are thirsty, come to me and drink. ഇങ്ങനെയുള്ള ബൈബിൾ വാക്യങ്ങൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നുകൊണ്ട് അത് അദ്ദേഹത്തിന് പ്രചോദനം കൊടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിട്ട് ആ ഒരു കപ്പി കൊളുത്തിയിട്ട് ഒരു തൊട്ടിയും കയറിയിട്ടപ്പോൾ മകളുടെ വിവാഹം നടത്തിയ ഒരു ധന്യത, ഒരു ഫീൽ അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹത്തിന് കുടുംബമോ ഭവനമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കിടന്നുറങ്ങുന്നത് കടത്തിണ്ണയിലാണ് കിടന്നുറങ്ങുന്നത്. സ്വന്തമായ ഒരു കൂര പോലും ഇല്ലാത്ത വ്യക്തിയാണ്. നാട്ടുകാർക്ക് വേണ്ടി ഈ കിണർ പണിത്. പലരും അയാളെ ഞാൻ പറഞ്ഞതുപോലെ പരിഹസിച്ചു. എന്നാൽ അയൽക്കാരിൽ പലരും വന്ന് അവിടെ വെള്ളം കോരി. നമുക്കറിയാം, കിണറെന്ന് പറയുന്ന എല്ലാവർക്കും ഉള്ള പണ്ടൊന്നും എല്ലാവർക്കും ഇല്ലായിരുന്നു. ഒരുമാതിരി സാമ്പത്തികമായിട്ട് ഉള്ളവർക്ക് മാത്രമേ കിണറുള്ളൂ. അപ്പൊ അതുകൊണ്ട് കിണറില്ലാത്തവരൊക്കെ അവിടെ വന്ന് വെള്ളം കോരി. അതുപോലെ അവിടെ നിന്ന് ചിലരൊക്കെ കിണറ്റിൻകരയിൽ നിന്ന് തന്നെ കുളിച്ചു. പുതുപ്പാൻ 2 നേരം അവിടെ ചെന്ന് പരിസരം ശുചിയാക്കും. അതുപോലെ ഒരു കൽത്തൊട്ടി അവിടെ ഉണ്ടാക്കി. അത് പശുക്കളൊക്കെ വന്ന് കുടിക്കാൻ വേണ്ടി കൽത്തൊട്ടി ഉണ്ടാക്കി. ദിവസം 2 നേരം കൽത്തൊട്ടിയിൽ അദ്ദേഹം വെള്ളം നിറയ്ക്കും. ഇതിൽ നിന്നും, ഈ കിണറ്റിൽ നിന്നും വെള്ളം കുടിക്കാനായിട്ട് ആരെങ്കിലും വെള്ളം കുടിക്കുന്ന കാണുമ്പോൾ അദ്ദേഹത്തിന് ഹൃദയം വളരെയധികം പുളകിതമാകും. ഇങ്ങനെ നഗരം വളർന്നപ്പോൾ നഗരത്തിൽ ശുദ്ധജല വിതരണത്തിന് പൈപ്പുകൾ വന്നു. ഈ പദ്ധതി നടപ്പാക്കിയപ്പോൾ പണിക്കാർ കിണറിലെ ചുറ്റുമതിൽ പൊളിച്ചു. അപ്പോൾ ഉതുപ്പാൻ പിറ്റേ ദിവസം അതിന്റെ കേടുപാടുകൾ തീർത്തു. ഈ കുഴൽവെള്ളം നടപ്പാക്കിയപ്പോൾ ജലധാരകളൊക്കെ മൂടണമെന്ന നിയമം വന്നു. ഉതുപ്പാന്റെ കിണറും നികത്തണം. അയാൾ അധികാരികളെ ചെന്ന് കണ്ടു. സർക്കാരിൽ സങ്കടം ബോധിപ്പിച്ചു. തന്റെ പ്രാണനായ കിണർ മൂടില്ലെന്ന് അയാൾ ശഠിച്ചു. പലരും അയാളുടെ ബന്ധപ്പാടിന് യാതൊരു വിലയും കൊടുത്തില്ല. കുഴൽവെള്ളം കിട്ടിയപ്പോൾ കിണറിന്റെ കാര്യം എല്ലാവരും മറന്നു. കിണറിൽ കല്ലിട്ട് കളിക്കുന്ന കുട്ടികൾ മാത്രം മറന്നില്ല. കിണർ മൂടിയില്ലെങ്കിൽ കൊതുക് പെരുകുമെന്നൊക്കെ പലരും അയാളെ ഉപദേശിച്ചു. കൊതുക് പെരുകും, അതുപോലെ രോഗം പടരുമെന്നുള്ളതായ ഒരുപാട് ഉപദേശിച്ചു.
ആ വൃദ്ധൻ വേദനയാൽ ഉരുകി. കിണർ മൂടേണ്ട അവസാന ദിവസവും പുതുപ്പാൻ കിണറ്റുകരയിൽ ചെന്ന് അവിടേക്ക് ശുചിയാക്കി വലം വെച്ചു. ആ കിണർ തന്റെ കൈകൊണ്ട് നികത്തുക എന്നത് അയാൾക്ക് ചിന്തിക്കാൻ പോലും ആയില്ല. അയാൾ ആ കിണറ്റുമതിലിൽ കയറി. അയാളുടെ തൊണ്ട വരണ്ടു, ഹൃദയം തമ്പേറടിച്ചു. ആ തെളിനീർ അയാളെ അണച്ചു. ആ കിണർ പുതുപ്പാന്റെ രഹസ്യത്തെ വിശ്വസ്തയോടെ ഗോപനം ചെയ്തു. ഇവിടെ വളരെ സന്തോഷകരമായി തുടങ്ങിയതായിട്ടുള്ള ഒരു കഥ വളരെയധികം ഒരു ദുരന്തത്തിലാണ് അവസാനിക്കുന്നത്. പുതുപ്പാൻ ആ കിണറിൽ തന്നെ ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതവിടെ അദ്ദേഹം പറയുന്നില്ല, കഥാകൃത്ത് വ്യക്തമായി പറയുന്നില്ലെങ്കിൽ പോലും പറയാതെ പറയുന്നുണ്ട്. പുതുപ്പാന്റെ അന്ത്യം ആ കിണറ്റിൽ തന്നെയായിരുന്നു. കാരണം താൻ മകളെ പോലെ കരുതുന്നതായ കിണറിന്റെ മരണം കാണുന്നതിന് മുമ്പ് ഒരു ദിവസം മുമ്പ് തന്നെ താൻ മരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഈ കഥ വളരെയധികം ഇതിനകത്ത് ഒരുപാട് കാവ്യാത്മകമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്. വെള്ളം കണ്ടു ഉടമസ്ഥന്റെ ഉള്ളം കുതിർന്നു. വെള്ളം, ഉള്ളം എന്നുള്ള ആ പ്രാസമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. വെള്ളം കണ്ടു ഉടമസ്ഥന്റെ ഉള്ളം കുളിർന്നു. കിണർ താണുവാണ് വന്ന ക്രമത്തിൽ പുതുപ്പാന്റെ ഉത്സാഹം ഉയർന്നു വന്നു. കിണർ താണുവാണ് വന്ന ക്രമത്തിൽ പുതുപ്പാന്റെ ഉത്സാഹം ഉയർന്നു വന്നു. ആ കൂപത്തിലുണ്ടായ ചിറ്റോളം പുതുപ്പാന്റെ വിശാല ഹൃദയത്തിൽ തിരമാലകൾ ഉയർത്തി. കിണറിനകത്തെ ചെറിയ ഓളം പുതുപ്പാന്റെ ഹൃദയത്തിൽ വലിയ തിരമാലകൾ ഉയർത്തി. നല്ല പൊയറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കവിതാത്മകമായിട്ടുള്ള വാക്കുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പാത്രസൃഷ്ടിയൊക്കെ വളരെയധികം ഉദാത്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം മികവുള്ള പാത്രസൃഷ്ടിയൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് മറ്റുള്ളവരുടെ ഗുണത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ ആരും നന്മയ്ക്കാണെന്ന് കരുതിയില്ല. പലരും ആ നന്മ കണ്ടില്ല. നന്ദിയില്ലാത്തവരായി തീരുന്നതാണ് അപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത് തന്നെയാണ്. നന്ദിയില്ലാത്ത സമൂഹം നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതിനെ പോലും നന്മയ്ക്കായി കാണാതെ അതിനെ പരിഹസിക്കുന്നതായിട്ടുള്ള അവസ്ഥ. അതാണ് ഉതുപ്പാന്റെ ഈ അനുഭവം നമ്മളെ കാണിക്കുന്നത്. തീർച്ചയായും ഈ കഥ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നന്മ കാണുമ്പോൾ അതിനെ നമ്മൾ പരിഹസിക്കാതെ അതിനെ നാം തീർച്ചയായിട്ടും ശ്ലാഘിക്കേണ്ട ആവശ്യമാണ് എന്ന് വ്യക്തമായിട്ടിവിടെ കാരൂര് പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കഥയുടെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ വളരെയധികം നമുക്ക് സാഹിത്യ ഭംഗി, അതുപോലെ തന്നെ സാഹിത്യ ഭംഗിയും അതുപോലെ നല്ല ഭാഷയും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. കരൂർ നിലകെട്ടുപിള്ളയുടെ ഒരു പ്രത്യേകതയാണ്. അദ്ദേഹം നന്മയുള്ള കഥകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഈ നവോത്ഥാന കഥാകാരന്മാരിൽ ഒരാളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തകഴിയെ പോലെ, അതുപോലെ തന്നെ പൊൻകുന്നം വർക്കിയെ പോലെ. തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ, പൊൻകുന്നം വർക്കിയുടെ ശബ്ദിക്കുന്ന കലപ്പ, ഇങ്ങനെയൊക്കെയും ഈ കഥകളൊക്കെയും ഇതുപോലെ ഈ നിലവാരത്തിൽ വരുന്നതാണ്. ലോക ക്ലാസിക് അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിലെ ക്ലാസിക്കുകൾ കഥകളാണ് അതൊക്കെയും. അതുപോലെ 2 കഥകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഈ പറഞ്ഞതായ ഉതുപ്പാന്റെ കിണറും അതുപോലെ തന്നെ മരപ്പാവകൾ. ഇതൊക്കെയും വളരെയധികം ഉന്നതമായ മൂല്യങ്ങൾ നിലനിർത്തുന്നതായ കഥകളാണ്. നമുക്ക് ഈ കഥയെ തീർച്ചയായും ഇങ്ങനെയുള്ള കഥകൾ ഉണ്ടാവട്ടെ, നമുക്ക് വായിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ബാക്ക് ടു സാബു സർ. താങ്ക് യു സാർ. സാർ പറഞ്ഞ ഉതുപ്പാന്റെ കിണറിന്റെ കഥ നമ്മളിങ്ങനെ ആലോചിക്കുന്നു. നമ്മുടെ ചുറ്റുപാട് ഇഷ്ടംപോലെ കടകളുണ്ട്, ചെറിയ ചെറിയ പെട്ടിക്കടകൾ പോലെ.
ഇന്നതെല്ലാം സൂപ്പർ മാർക്കറ്റുകൾക്ക് വഴിമാറുമ്പോൾ ഒരു വലിയ നഷ്ടബോധം, ഒരു സ്വാർത്ഥതയാണോ സാറാ പറഞ്ഞ പോലെ പല പല സാഹചര്യം ഇതുപോലെ എന്തൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കുട്ടിക്കാലങ്ങളിൽ, അതെല്ലാം വഴിമാറി മറ്റു പലതിനും മാറുമ്പോൾ അതിനു വേണ്ടി നിച്ചവരെയൊക്കെ മറന്ന് ആ സാഹചര്യങ്ങളൊക്കെ മറന്നു പോകുന്ന ഒരു വലിയ പഴയകാല ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു മനോഹരമായ ഒരു കഥ. പ്രത്യേകിച്ച് കിണർ എന്ന് പറഞ്ഞാൽ അത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. പ്രത്യേകിച്ച് അന്നത്തെ കാലം ഒരു കിണറ്റിൽ എത്ര പേരാണ് വെള്ളം കോരാൻ വരുന്നത്, എത്ര പേരാണ് അത് ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് പൊതുവായിട്ടുള്ള കിണറിലൊക്കെ. ഇന്ന കാലഘട്ടമൊക്കെ മാറിപ്പോയി, അതനുസരിച്ച് അതിന്റെ പ്രസക്തി പോയി. കിണറുകളൊക്കെ വേസ്റ്റ് ഇട്ട് മൂടുന്ന തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളിലേക്കൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാം. കിണർ കുഴിക്കാനും ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് കിണർ കുഴിച്ച് കിട്ടുകയും ചെയ്യും. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, തീർച്ചയായും നമുക്ക് അതിനെ കുറിച്ച് ചർച്ചയിലൂടെ പോവാം. എനിക്ക് തോന്നുന്നു സാർ സ്റ്റാർട്ട് ചെയ്യാമോ? നമ്മൾ തമ്മിൽ എന്തോ മെന്റൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ പറയണമെന്ന് വിചാരിച്ചോണ്ട് നമ്മൾ വിളിച്ചത്. രാജു സാറേ, വളരെ ടച്ചിങ് ആയിരുന്നു സ്റ്റോറി, ഇല്ലെന്ന് പറയുന്നില്ല. ഞാൻ ഈ കിണറിനെ പറ്റി പറയാം. ഞാൻ താമസിച്ച ട്രിവാൻഡ്രം ടൗൺ സിറ്റിയിലാണ് താമസിക്കുന്നത്. 1997 ദർ വാസ് എ ബ്രേക്ക് ഡൗൺ ഓഫ് വാട്ടർ. കേരള വാട്ടർ അതോറിറ്റി വെള്ളം നിന്നുപോയി. 3 ദിവസം വെള്ളം കിട്ടിയില്ല. അപ്പൊ അന്ന് ഞാൻ താമസിക്കുന്നത് ട്രിവാൻഡ്രം സിറ്റിക്കകത്താണ്. എൻ്റെ ചേച്ചി വെള്ളായണിയിലെ അഗ്രികൾച്ചർ കോളേജിലെ ഹോസ്റ്റലാണ്, ഷീസ് പ്രൊഫസർ അറ്റ് എ ടൈം. അവരുടെ ക്വാർട്ടേഴ്സ് പോയി താമസിച്ചു. തിരിച്ചു വന്നപ്പോൾ ഒരു ശബ്ദം എടുത്തു, എന്തായാലും വീട്ടിൽ ഒരു കിണർ കുഴിക്കും എന്ന് പറഞ്ഞുകൊണ്ടൊരു ട്യൂബ് വെല്ലുണ്ടല്ലോ, കുഴിച്ചു. ഞങ്ങളെ താമസിക്കുന്ന ആ ഏരിയയില് ഇൻ ദി മിഡിൽ ഓഫ് സിറ്റി ഒരു സ്ഥലത്തും കിണറില്ല. അതിന് സബ്സിക്വന്റ് പല വീട്ടിലും ആൾക്കാര് ഈ വാട്ടർ ഷോർട്ടേജ് വരുമ്പോ ഞങ്ങളുടെ വീട്ടിലാണ് വരുന്നത്. ഞാൻ എൻ്റെ ഭാര്യ അടുത്ത് പറയുമായിരുന്നു, നിനക്കും കുട്ടികൾക്കും ഭയങ്കര ഇത് അനുഗ്രഹം കിട്ടും, കുടിക്കും ദാഹാചൂലാണ് നമ്മൾ കൊടുക്കുന്നത്, അതുകൊണ്ട് ആര് വന്ന് ചോദിച്ചാലും വെള്ളം കൊടുത്തേരെ. ഇപ്പോഴാ കിണറുണ്ട്, പെർണിയൽ വാട്ടർ. അഫ്കോഴ്സ് ഞാൻ വീട് വിറ്റു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഈ നമുക്ക് എന്തെങ്കിലും കയ്യിൽ ഇല്ലാതാവുമ്പോഴേ അതിന്റെ വില അറിയത്തുള്ളൂ, ഇല്ലേ? എന്തെങ്കിലും ഇല്ലാതാകുമ്പോഴേ വില അറിയത്തുള്ളൂ. അന്ന് ആ വീട്ടിൽ ഞങ്ങളുടെ ഏരിയയിൽ എല്ലാ അടുത്തുള്ളവരൊക്കെ കിണർ, സിറ്റി ലിമിറ്റ് ആകുമ്പോൾ കിണർ ഒഴിക്കാൻ സമ്മതിക്കത്തില്ലല്ലോ. ഞാൻ ഒരു പെർമിഷൻ വാങ്ങിക്കാതെ ധൈര്യമായിട്ട് കുഴിച്ചു. ഇന്നും ആ കിണർ അവിടെ ഉണ്ട്. അടുത്തുള്ളവരൊക്കെ കിണർ മൂടുകയും ചെയ്തു. അവരെപ്പോഴും പറയും, നിങ്ങളുടെ ഒരു കിണർ കൊണ്ടാണ് നമ്മൾ ഒരു 10-15 ഫാമിലി ചുറ്റിയിരിക്കുന്നവരെ വെള്ളം കോരിക്കൊണ്ട് പോകും. എന്ന് വെച്ചാൽ ഈ KWBയിൽ വിശ്വസിക്കാൻ പറ്റില്ല, എപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത് പറയാൻ പറ്റത്തില്ല. അപ്പം രാജു സാറ് പറഞ്ഞ കഥയുടെ സത്ത് എനിക്ക് മനസ്സിലാക്കാം. എത്ര കണ്ട് മറ്റുള്ളവർക്ക് ഉപയോഗമായിരുന്നെന്നും നമ്മൾ അറിയാതെ തന്നെ തൊഴുതു പോകും അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത്. വളരെ നല്ലൊരു ഇതായിരുന്നു. ചെറിയ സ്റ്റോറി ആണെങ്കിലും ഇറ്റ് കൺവേ ലോട്ട് ഓഫ് മീനിങ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. പഴയ കാലത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും ഒത്തിരി സാഹചര്യങ്ങൾ ഓർത്തു വരും. അപ്പൊ റോസ് സാർ പറയും, ജോസ് സാർ പറയും. ഓക്കെ, താങ്ക് യു. ആദ്യം തന്നെ രാജു ഫിലിപ്പ് സാറിനെ ഈ ചൊവ്വാഴ്ചയെ ധന്യമാക്കാൻ തയ്യാറായ, ഒരു കിണർ ഒഴിക്കാൻ തയ്യാറായതിന് രാജു ഫിലിപ്പ് സാറിനെ പ്രത്യേകമായിട്ട് നന്ദി പറയട്ടെ. അങ്ങനെ പുതിയ പുതിയ കിണർ കുഴിക്കുന്ന ആളുകൾ ലോകത്തിലേക്ക് വരട്ടെ. ഒരുപാട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഇതിൽ ഉതുപ്പാൻ ഒരു പ്രതീകമാണ്. തീർച്ചയായിട്ടും ഉതുപ്പാന്മാർ ഈ കാലഘട്ടത്തിലും ഇവിടെ ഉണ്ടാകുന്നുണ്ട്, കഴിഞ്ഞ നാളുകളിലും ഉണ്ടായിട്ടുണ്ട്. രാജു ഫിലിപ്പ് സാർ പറഞ്ഞതുപോലെ ഒരു നലം തികഞ്ഞ സാഹിത്യ സൃഷ്ടിയാണ് ഈ കാരൂരിന്റെ ഈ കഥ എന്നുള്ളതിന് തർക്കമില്ല. നമ്മളെ പോലെയുള്ള ആളുകളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും കാരൂരിന് ആവശ്യമില്ലെങ്കിൽ കൂടെയും അത് പറയാതിരിക്കാൻ തരമില്ല. വളരെ ചെറിയ അക്ഷരങ്ങളിലൂടെ ഏതാണ്ട് ഈ ചെറുകഥയ്ക്ക് പറയുന്ന ആ ഒരു പരിധിക്കുള്ളിൽ നിൽക്കുന്ന ഏതാണ്ട് 600 വാക്കുകൾ കൊണ്ട് ഒക്കെ തീർക്കുന്നതാണ് നല്ല കഥയെന്നും, ഒരുപാട് ഈ
ഒരു ആശയത്തിലേക്ക് തന്നെ വിരൽ ചൂണ്ടിക്കൊണ്ട് പോകണം ചെറുകഥയെന്നൊക്കെ പറയുന്നുണ്ട്. അതിലേക്കൊക്കെ തീർച്ചയായിട്ടും ആ ഒരു വിധത്തിലെല്ലാം ആണ് ഇതിൻ്റെ സാഹിത്യ സൃഷ്ടി കേമമാകുന്നതെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഹരിഹരൻ സാർ പറഞ്ഞ കാര്യവും ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓർക്കണം. ഞാൻ 95 മുതലല്ല 90ൻ്റെ ആരംഭം മുതൽ ഏതാണ്ട് 2000 ആണ്ട് വരെ നിരന്തരം തിരുവനന്തപുരത്ത് വരുമായിരുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഒരു കോഴ്സ് ഇവിടെ നിന്നുള്ള ഞാൻ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഭാഗമായിട്ട് നടത്തുന്നതിന് വേണ്ടി ആ PMG ജംഗ്ഷനിലുള്ള ലൂർദ് പള്ളിയിൽ വെച്ചാണ് അതിൻ്റെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരുന്നത്. ഞാൻ ഈ ഒരു ക്യാമ്പ് പ്ലാൻ ചെയ്തിരുന്ന അവസരത്തിലാണ് അരുവിക്കരയിൽ പൈപ്പ് പൊട്ടിയത് ഞാനിപ്പോൾ ഓർക്കുന്നു. ഈ 97-ൽ പൈപ്പ് പൊട്ടി അവിടെ ആളുകൾ വിട്ടുപോയി. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യമായിരുന്നു, ഈ തിരുവനന്തപുരത്ത് ഒരുപാട് സൗകര്യങ്ങളും എല്ലാ ആളുകൾക്കുണ്ട്. പലർക്കും കിണറുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ന് ആ കിണറിലെ തൊട്ടി പോലും ഇല്ല. അതുവരെയും ആളുകൾ ഡിസ്പോസ് ചെയ്തു. ആവശ്യമില്ല, കാരണം പിന്നെ സർക്കാരിൻ്റെ വെള്ളം വന്നല്ലോ, അപ്പം നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. കിണർ മൂടിക്കളഞ്ഞവർ കൂടുതൽ പേര്. പുതിയ വീട്ടുകാരും കിണർ കുത്തിയിരുന്നില്ല. അപ്പൊ അങ്ങനെ വന്നിട്ട് ഇത് വളരെ റിയലായിട്ട് സംഭവിച്ചതാണ്. തിരുവനന്തപുരത്തുള്ള ആളുകൾ ബന്ധു വീടുകളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ഇരുന്ന പാത്രത്തിലെ വെള്ളം തീർന്നിട്ട് പിന്നെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും വെള്ളം ഇല്ലെങ്കിൽ പരിപാടി നടക്കില്ലല്ലോ. ആ ഒരു യാഥാർത്ഥ്യം ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ മുന്നിൽ ഈ ഇങ്ങനെയുള്ള സ്വാഭാവികമായി വെള്ളം കിട്ടുന്ന മാർഗങ്ങൾ സംരക്ഷിച്ചിരുന്നവരെയും അവരെയൊക്കെ പരിക്കനായിട്ടാണ് വിചാരിച്ചത്. തൊട്ടി കൊണ്ട് വെള്ളം കോരുന്നവരെയും കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നവരെയും വെള്ളം ചുവന്നുകൊണ്ട് വരുന്നവരെയും ഒക്കെ എന്തോ മോശമാണ്, അല്ലെങ്കിൽ പൈപ്പിലൂടെ വെള്ളം ടാപ്പിലൂടെ തുറക്കുമ്പം വരുന്ന വെള്ളമാണ് മെച്ചമെന്നൊക്കെയുള്ള ആ ഒരു തോന്നലിനെ ആളുകളെ ബോധിപ്പിച്ച ഒരു രംഗമായിട്ട് ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഓക്കെ, ഇവിടുത്തെ കഥയിലെ ഉതുപ്പാൻ, ഇവിടെയും ധാരാളം ഉതുപ്പാന്മാരെ ഇടയ്ക്ക് അവതരിക്കേണ്ടി വരുന്നുണ്ട്. ഇത് നേരെ ഈ ഉതുപ്പാൻ പോലത്തെ അല്ലെങ്കിൽ കൂടെയും നമുക്ക് വിശദീകരിച്ചു വരുമ്പോൾ ഇതുമൊക്കെ ഉതുപ്പാന്മാരാണെന്ന് പറയേണ്ടി വരും എന്നാണ് എൻ്റെ തോന്നൽ. അതായത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് KSTPയുടെ വർക്ക് എടുത്ത് നടത്തിയ ഒരു കോൺട്രാക്ടർ ആത്മഹത്യ ചെയ്ത കഥ നിങ്ങൾ ഓർക്കുന്നുണ്ട്. അയാളുടെ കയ്യിലെ കാശ് മുടക്കി, അല്ലെങ്കിൽ അയാൾ ഉണ്ടാക്കിയ പൈസ കൊണ്ട് നമ്മൾ ഇവരെയൊക്കെ വലിയ ധനാഢ്യരായിട്ടോ വലിയ മൂർച്ചകളായിട്ടൊക്കെ ചില ആളുകൾ കാണുമ്പോൾ, പക്ഷെ അവരുടെ പണം മുടക്കിയാണ് ലാഭം ഉണ്ടായിരിക്കും. ലാഭം ഉണ്ടെങ്കിൽ കൂടിയും അവർക്ക് ആ പണം മുടക്കി വളരെ കാലത്തിന് ശേഷമായിരിക്കും ഒരു പക്ഷെ ബില്ലൊക്കെ മാറിക്കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്ത ഒരു സംഭവം നമ്മളിവിടെ കാണുന്നുണ്ട്. ഒരുപക്ഷെ വർത്തമാനകാല കേരളത്തിന്റെ ചരിത്രം അല്ലെങ്കിൽ കേരളത്തിന്റെ സ്ഥിതിവിശേഷവുമൊക്കെ ഇതുപോലത്തെ നിരവധി കാര്യങ്ങളുണ്ട്. പലതും ആളുകൾ മുടക്കിയിട്ട് അവസാനം നിക്കക്കള്ളിയില്ലാതെ പോകുന്നതും അവരെ ഒന്നും ആളുകൾ പരിഗണിക്കാതെ പോകുന്നതുമായിട്ടുള്ള സ്ഥിതിവിശേഷം നമ്മൾ കാണുകയാണ്. അപ്പോൾ ഉതുപ്പാൻ എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ്. ഈ പ്രതീകത്തിന്റെ പല രൂപഭാവങ്ങൾ നമുക്കും ഈ കാലയളവിൽ കാണുവാനായിട്ട് സാധിക്കും. ഒരു കാലത്ത് ചിലതിനെയെല്ലാം നഖശികാന്തം എതിർത്തിരുന്നത് പിൽക്കാലത്ത് ആവശ്യമാണ്. ദീർഘവീക്ഷണത്തോടെ ചില ആളുകൾ ചെയ്തിരുന്നത്. ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഇത് ഉതുപ്പാനുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ പെട്ടെന്ന് കാണുകയാണ്. ഇപ്പൊ ഇത്തവണത്തെ നമ്മുടെ കേരള ബഡ്ജറ്റില് ഒരുപാട് സ്വകാര്യവൽക്കരണത്തെ കുറിച്ചും ഇപ്പൊ ഇതിന്റെ ഈ സെഷന്റെ ആരംഭത്തിൽ തന്നെ ഫോറിൻ യൂണിവേഴ്സിറ്റിയെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഇവിടുത്തെ അത്തരത്തിലുള്ള നീക്കങ്ങൾ ആദ്യം തുടങ്ങിയ അവസരത്തിൽ അതിനെല്ലാം എതിർത്ത ഒരു രംഗം നമ്മുടെ മനസ്സിലേക്കുണ്ട്. അപ്പോൾ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ചിലപ്പോൾ നേരെ ആളുകൾ അംഗീകരിച്ചു എന്ന് വരികയില്ല. പിന്നീട് ഈ കഥയിൽ കാണുന്ന വളരെ തീവ്രവും രൂക്ഷവുമായിട്ടുള്ള ഒരു ചിന്ത,
കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നവരാണ്. അല്ലെങ്കിൽ ഇയാൾ കുത്തിയ കുളത്തിൽ നിന്ന് കുറച്ച് ദിവസമൊക്കെ വെള്ളം കൊണ്ടുപോയി കാണുക. അപ്പോഴായിരിക്കാം ഈ അയാളെ തോപ്പിക്കാൻ വേണ്ടി കൂടിയാകാം ഒരു കുഴൽക്കിണർ അവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സൗഖ്യം അനുഭവിച്ച ആളുകൾ പോലും ഈ ഇതിന്റെ നന്മ അനുഭവിച്ചവർ പോലും അയാളെ ഉപേക്ഷിച്ചു കുഴൽക്കിണറിനെ കീച്ചെ വിളിക്കുന്നതായിട്ടുള്ള കഥയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ താൽക്കാലികമായി നമുക്കുണ്ടാകുന്ന നേട്ടത്തെയാണ് മനുഷ്യന്റെ ഒരു സ്വാർത്ഥ ചിന്ത അങ്ങനെയാണല്ലോ കിടക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ കാര്യം മാത്രം. അതിന് നമ്മുടെ നാടൻ ഭാഷയിൽ അന്നന്ന് കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നതെന്നൊക്കെ മലയാളത്തിലെ ചൊല്ലുമൊക്കെ അതിനോട് ചേർത്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതേപോലെ ത്യാഗം സഹിച്ച ആളുകൾ, ത്യാഗം സഹിച്ച് കിണർ കുത്തിയ ആളുകൾ, അവരുടെ ഉദ്ദേശം അവിടെ ഇതിൻ്റെ അകത്തൊന്നും ഇപ്പം വെള്ളം വിറ്റ് കാശ് വാങ്ങിക്കുന്നുണ്ട്. പ്രകൃതി വിഭവങ്ങൾ വിൽക്കുന്നത് ഒരർത്ഥത്തിൽ അധാർമികമാണെന്നൊക്കെ ഇന്ന് വാദിക്കപ്പെടുന്നുണ്ട്. വായുവും വെള്ളവും ഒന്നും വിൽക്കേണ്ട സാധനമല്ല. പക്ഷെ ഇന്ന് വെള്ളം സമൃദ്ധമായി വിൽക്കപ്പെടുകയാണ്. ഞങ്ങളുടെ ഈ നാട്ടിലൊക്കെ മഴക്കാലം ഉൾപ്പെടെ വെള്ളം വണ്ടിയിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അതായത് 12 മാസവും വെള്ളം വിലയ്ക്ക് വാങ്ങുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടെ നമുക്കിതിനെ കാണാം. അന്ന് ഒരു പക്ഷേ ഉതുപ്പാൻ കിണർ കുത്തുമ്പോൾ വെള്ളം വിലയ്ക്കൊന്നും കൊടുക്കുന്നില്ലായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു ദീർഘ വീക്ഷണം ആളുകൾക്ക് ആശ്വാസം തരാൻ, നിങ്ങൾക്ക് ഒരു ആശ്വാസം ഇതാ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. ഈ കഥ വായിച്ചു പോകുമ്പോൾ നമ്മുടെയും ഒക്കെ മനസ്സിലേക്ക് ഇതുപോലത്തെ ആശയങ്ങൾ ഉദിക്കപ്പെടട്ടെ. മനുഷ്യന് ആശ്വാസം കൊടുക്കുന്ന പരിപാടികൾ നമുക്ക് എന്താണ് സൗജന്യമായി കൊടുക്കാൻ പറ്റുന്ന എന്താണ്? ഇന്ന് സർവീസുകളൊക്കെ വേതനം പറ്റിക്കൊണ്ട് അല്ലെങ്കിൽ പണം വാങ്ങിച്ചുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം മിക്കവാറും എല്ലാ സേവനങ്ങളും ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് വലിയ തെറ്റും ആളുകൾ കാണുന്നില്ല. തെറ്റാണെന്നൊട്ട് ഞാൻ പറയുകയും ചെയ്തില്ല. എന്നാൽ ജീവിത സൗകര്യങ്ങൾ ഉള്ളവരും ബുദ്ധിയുള്ളവരും നന്മയുള്ളവരും തീർച്ചയായിട്ടും സമൂഹത്തിന് വേണ്ടി ചെയ്യാവുന്ന കിണറുകൾ ഏതാണോ ആവശ്യം അത് സൗജന്യമായി നൽകുന്ന ഒരു സ്ഥിതിവിശേഷം. ഒരുപക്ഷെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ഈ അർത്ഥത്തിൽ ഒരു ഉതുപ്പാന്റെ കിണറായിട്ട് പറയാം. എന്തുമാത്രം വിഷയങ്ങളാണ് നമ്മളിവിടെ സൗജന്യമായി കിണറ്റിൽ നിന്ന് കോരിക്കൊണ്ട് പോകുന്നത്. ഇതുപോലെ നമ്മളെ പോലെയുള്ള ആളുകൾക്ക് നമ്മുടെ വീട്ടിൽ വന്ന ആളുകൾക്ക് ഒരാശ്വാസം കിട്ടുന്ന എന്ത് പ്രവർത്തനം ചെയ്യാം. മരിക്കുന്നതിന് മുമ്പ്, നമ്മളൊക്കെ ചാകുന്നതിന് മുമ്പ് നമുക്ക് അത്തരത്തിൽ നാട്ടിലുള്ള ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അങ്ങനെ നവീനമായ കാലത്തിനനുസൃതമായ പുതിയ കിണറുകളെ കുറിച്ച് ചിന്തിക്കുക. ഒരുപക്ഷെ കുട്ടികൾക്ക് ആവശ്യമായ കരിയർ ഗൈഡൻസ് നൽകുന്നതാകാം. അതിന് കഴിവുള്ള ആളുകൾ, നല്ല അഭ്യസ്തവിദ്യരായ ആളുകൾ, റിട്ടയർ ചെയ്ത ആളുകൾ, ഒരുപാട് അനുഭവമുള്ള ആളുകൾക്ക് ഒരു കുഞ്ഞു ബോർഡും ഒക്കെ എഴുതി വെച്ച് സൗജന്യമായിട്ട് വരുന്നവർക്ക് എങ്ങും പോയി കൊടുക്കണമെന്ന് നിർബന്ധമില്ല. വരുന്നവർക്ക് കൊടുക്കാം. നല്ല ഉപദേശങ്ങൾ, കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങൾ, ഗൈഡൻസ് നമുക്ക് കൊടുക്കാം. ഞാൻ ഈ കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോയതാണ്. ഇതുപോലെയൊക്കെ ചെയ്യാമല്ലോ, എനിക്കാണേലും ചെയ്യാമല്ലോ എന്ന് ഞാനിവിടെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ആലോചിക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലത്തെ കിണറുകൾക്ക് ഇന്നും പ്രസക്തിയുണ്ട്. ഒരു പക്ഷേ അതാണ് പിന്നെ ഇതിന്റെ അടുത്ത ട്വിസ്റ്റ് വരുന്നത്. ഒരുപക്ഷെ ഇതൊന്നും ചിലപ്പോൾ ആളുകൾ പൂർണ്ണമായിട്ട് നാട്ടുകാർ മുഴുവനും കൂടെ അംഗീകരിക്കണമെന്ന് നിർബന്ധമില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ ചെറിയ പ്രതിലോമകാരികൾ ഇതിന് സമീപത്ത് വേറെ കുഴൽക്കിണറുകൾ കുഴ്ത്തിയെന്നും വന്നേക്കാം. അപ്പോൾ അതും നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട്. ഇപ്പൊ സാബു സാർ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കുഞ്ഞു കുഞ്ഞ് സ്റ്റോറുകൾ ഉണ്ടായിരുന്നു, കടകളുണ്ടായിരുന്നു. ആ കടകളിനെയൊക്കെ തോപ്പിക്കാൻ വേറെ വലിയ താപ്പാനകൾ വന്ന് അവരെ പൂട്ടിക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഏനാശ്ശേരിയിലെ ഒരു കടയെ കുറിച്ച് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഒരു പഴം പച്ചക്കറി വിൽക്കുന്ന കട, സാമാന്യം നല്ലതായിട്ട് നടത്തിക്കൊണ്ടിരുന്ന കടയുടെ തൊട്ടടുത്ത് വേറൊരു വലിയ ആള് വന്ന് വലിയൊരു ഫ്രൂട്ട് സ്റ്റോർ തുടങ്ങി വളരെ താഴ്ന്ന വിലക്ക്, ഇയാൾ വിൽക്കുന്നതിനേക്കാൾ പാതി വിലക്ക് വിറ്റ്
ഇയാളെ ഒറ്റ മാസം കൊണ്ട്. അപ്പൊ വില കുറഞ്ഞ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഉടനെ ആളുകൾ അങ്ങോട്ട് പോകും. ഇയാൾ ചെയ്യുന്ന ജെനുവിനായിട്ടുള്ളൊരു ബിസിനസ് ആണോ, അയാൾ മാന്യമായി ചെയ്തുകൊണ്ടിരുന്നതാണോ, ഇതൊന്നും പിന്നെ അവിടെ ആളുകൾക്ക് നോക്കണ്ട. ആളുകൾ വില കിട്ടിയത് സമാനമാണ് നമ്മുടെ ഇന്നത്തെ പുത്തൻ മേഖലകളിലൊക്കെ കാണുന്ന പ്രതിഭാസങ്ങൾ. ഇന്നത്തെ ഓൺലൈൻ ബിസിനസ്സും ഒക്കെ ആ രീതിയിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരുപാട് തരം അത്തരം മേഖലകൾ, പല പല കിണറുകളും മൂടിക്കളയേണ്ട ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത് എന്ന് പറയാതിരിക്കാൻ സ്ഥലമില്ല. അപ്പൊ ഈ അർത്ഥത്തിലെല്ലാം നമുക്ക് വേണമെങ്കിൽ പറഞ്ഞ് ഒരുപാട് ഇതിന് അർത്ഥതലങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും. അതാണൊരു എഴുത്തുകാരന്റെ ഏറ്റവും വലിയ മഹത്വം അത് തന്നെയാണ്. അയാൾ എഴുതിയതും അയാൾ ഇതൊന്നും ചിലപ്പോൾ പല കാര്യങ്ങളും ചിന്തിച്ചു കാണില്ല, പക്ഷെ അതിനപ്പുറത്തേക്ക് നീളുന്നതായ അർത്ഥതലങ്ങൾ, അതുകൊണ്ടാണ് ആ കഥയ്ക്ക് എന്നും എന്നും ജീവനുള്ളതായി തീരുന്നത്. അപ്പോൾ ഈ കഥ തിരഞ്ഞെടുത്തതിന് അത് വളരെ നന്നായിട്ട് അവതരിപ്പിക്കാൻ രാജു സാറിന് സാധിച്ചതിന് പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ. ഓരോ ആഴ്ചയിലും ഇങ്ങനെ പുതിയ പുതിയ കഥ പറയുന്ന ആളുകൾ വരട്ടെ, അങ്ങനെ പുതിയ ശബ്ദങ്ങൾ പുതിയ രീതിയിൽ നമുക്ക് കേൾക്കുവാൻ ഇടപെട്ട പല ആംഗിളുകൾ, പലതരത്തിലുള്ള രീതികളൊക്കെ തന്നെ നമുക്ക് കാണാനും മനസ്സിലാക്കാനും സാധിക്കും. വളരെ നന്ദി. ബാക്കിയുള്ളവരോട് പറയുമ്പോൾ ഇത് ഒത്തിരി പ്രകടമാകും. സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ, താങ്ക് യു സാർ. പ്രത്യേകിച്ച് അതിന്റെ അവസാനത്തെ ക്ലൈമാക്സ് വളരെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു അതിനെ കുറിച്ച് പറയാൻ റോയ് സാർ പറയും. സാറിന് പനിയാണോ? ഇല്ല, ഒരു സൗണ്ടിന് വ്യത്യാസം. സൗണ്ട് കുറച്ചാ പറയുന്നതെന്നാണ്. ഈ കാലഘട്ടത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നത് സമൂഹവും അംഗീകരിക്കും, ആ വ്യക്തികൾക്ക് സന്തോഷവും നൽകും എന്നുള്ളത് ശരിയാണ്. പക്ഷേ നമുക്ക് ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനാഥനായ ഈ ഉൽപ്പാൻ അവനൊരല്പം സ്ഥലം വാങ്ങാൻ പറ്റിയപ്പോൾ അന്ന് അവിടെ എല്ലാവർക്കും ആവശ്യമായ ജലം കിട്ടുന്നതിന് വേണ്ടി ഒരു കിണർ കുഴിക്കുവാൻ വേണ്ടി സമയം ചെലവഴിച്ചു. പക്ഷേ ആ കിണറിൽ നിന്ന് വെള്ളം കൊണ്ടുപോയവരും എല്ലാം അദ്ദേഹത്തിന് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്ത് കാണും, അത് വളരെ ഇതായി കണ്ടു കാണും. പക്ഷേ തുടർന്ന് ഇങ്ങനെയുള്ള പൈപ്പ് വെള്ളം വരുന്ന ഒരവസരം വന്നപ്പോൾ അത് കൂടുതൽ സന്തോഷകരമാണ്. കാരണം പോയി കോരണ്ട, ടാപ്പ് തുറന്നാൽ മതി, ഈ വക കൺവീനിയൻസ് ഒക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. എന്നാലും അങ്ങനെ ചെയ്ത അദ്ദേഹത്തിന്റെ ഒരു അന്ത്യം ആ കിണറിൽ തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നു എന്ന് പറയുന്ന ഒരു ഭാഗം ഒരല്പം കടുപ്പമാണ്. കാരണം അത് അദ്ദേഹത്തിന്റെ ആ അവസ്ഥയെ പരിതപിക്കുന്നതിനോ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കാനോ ഈ വെള്ളം ഉപയോഗിച്ചവരോ ആരും തയ്യാറായില്ല എന്നതാണ് ഒരു പ്രധാന കാരണം. അപ്പൊ ഇതുപോലെയുള്ള എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഈ വേനൽക്കാലത്ത് എല്ലാ കിണറുകളിലും ഒന്നും വെള്ളം കാണുകയില്ല. അപ്പൊ വെള്ളമുള്ള കിണറുകളിൽ പോയി വെള്ളം കോരും. ചില ആൾക്കാര് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും വെള്ളം കോരാൻ, ചില ആൾക്കാർ വെള്ളം കൊടുക്കത്തില്ല. അങ്ങനെയൊക്കെ വരാറുണ്ട്. പക്ഷേ ഈ മനുഷ്യന്റെ ചിന്താഗതി അനുസരിച്ച് കൂടുതൽ ആൾക്കാര് ഒക്കെ ഇത് കൊടുക്കുന്നതിൽ സന്തോഷം കാണുന്നവരും, അതല്ല എൻ്റെ വെള്ളം വേറെ ആർക്കും കൊടുക്കണ്ട, അത് അല്ലാതെ തനിക്ക് ഉപയോഗിക്കാനുള്ള സന്തോഷം കാണുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു പൊതു കോസിന് താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളുടെ അന്ത്യം മറ്റാരും പ്രൊട്ടക്ഷൻ ഇല്ലാണ്ടായി പോയല്ലോ എന്നുള്ള ഒരു ഭാഗം ഇതിനകത്ത് ഒരു ശതം നിരാശ തോന്നുന്ന ഒരു കാര്യമാണ്. രണ്ട്, ഇതുപോലെ തന്നെ പല കാര്യങ്ങളും ഇന്ന് നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോ ഈ പറയുന്ന കല്ല് വെട്ടുന്ന ആൾക്കാര്, ഈ വെട്ടുകല്ല് ലാറ്ററൈറ്റ് കട്ട് ചെയ്തെടുക്കുന്ന ആൾക്കാര്, അവരുടെ ഒരു ഭയങ്കരമായ വർക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് ടില്ലറും മിഷറിയും ഒക്കെ വന്നപ്പോഴത്തേക്ക് അത് ഉപേക്ഷിക്കപ്പെട്ടു. അതുപോലെ ഒത്തിരി കാര്യങ്ങൾ കാലഘട്ടത്തിന് അനുസരണമായിട്ട് ഒത്തിരി വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഈ വ്യത്യാസങ്ങൾ വരും, അത് ഒരു ലോകനീതിയാണ്. പക്ഷേ അതിൻ്റെ സൗകര്യങ്ങളും മറ്റതും ഒക്കെ വരും തലമുറയെ ആകർഷിക്കാൻ പറ്റുകയില്ലെങ്കിലും ആ നിലവിലെ ആ സാഹചര്യങ്ങളിൽ സന്തോഷം കാണുകയും അതിന് സൗകര്യപ്പെടുത്തുന്നവരെ അനുമോദിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോ ഇതിൽ നിന്ന് ഈ കഥയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു ഭാഗം എന്ന് പറയുന്നത്,
ഇതുപോലെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിച്ചാൽ സന്തോഷം തരുന്നു പ്രവർത്തിക്കുന്നവർക്ക്. പക്ഷേ ആ പ്രവൃത്തി ഭാവിയിൽ അതിന് വലിയ സൗകര്യം വരുമ്പോൾ അതിലോട്ട് പോകും. അപ്പൊ ഈ പ്രവർത്തിച്ചവന്റെ കാര്യം വലിയ കഷ്ടത്തിലാവുന്ന ഒരു സിറ്റുവേഷനാണ് ഞാനിത് കണ്ടത്. ഓക്കെ, ഏതായാലും ഈ കഥ കൊണ്ട് വളരെയധികം ചിന്തിക്കാനും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരവസരം തരികയാണ് ഉണ്ടായിട്ടുള്ളത്. അത് പ്രസന്റ് ചെയ്ത രാജു ഫിലിപ്പ് സാറിനെ വളരെയധികം അപ്രീഷിയേറ്റ്. താങ്ക് യു സാർ. സാറില്ലേ? വേറെ ആരാണുള്ളത്? ഷാജി സാറ്, ഷജിമാത് സാറുണ്ട്, രാജ്കുമാർ സാറുണ്ട്, അബ്ദുൾ റഹീം സാർ, ജോസ് സാർ. ഹായ്, താങ്ക് യു സർ. രാജു സാറെ, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻ. നന്മയുടെ മേൽ തിന്മ ആധിപത്യം സ്ഥാപിക്കുന്ന ഒത്തിരി സന്ദർഭങ്ങൾ ചരിത്രത്തിലുണ്ട്. അത് സ്ഥായി അല്ല എന്നൊക്കെ ഈ മോറൽ സയൻസ് പഠിപ്പിക്കുന്നവരൊക്കെ പറയുമെങ്കിലും വാസ്തവത്തിൽ മനുഷ്യന് അനുഭവപ്പെടുന്നിടത്ത് പലയിടത്തും കാണുന്നത് ഈ സത്യമാണ്. ഇതൊരു പ്രപഞ്ച സത്യം പോലെയാണ് നിൽക്കുന്നത്. അത് ലോകത്തെ രക്ഷിക്കാൻ വന്നവര് ആരെവിടെയൊക്കെ നോക്കിയിട്ടുണ്ടോ, അത് എല്ലാ ചരിത്രങ്ങളിലും ഒരുപക്ഷെ അത് കണ്ടെന്നു വരും. ഇപ്പോൾ സാർ ഈ പറഞ്ഞ ആ കഥയോട് ബന്ധപ്പെട്ട് സാറ് പറഞ്ഞ കഥാപാത്രങ്ങളായിട്ടല്ല, ആ സാരാംശവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ ഇപ്പൊ ജോഷി സാർ സൂചിപ്പിച്ചതുപോലെ പണ്ട് കേരളത്തിൽ ചെയ്യേണ്ടതുപോലെ ചെയ്തിരുന്നെങ്കിൽ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന എങ്ങനെയാണ്, ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റേണ്ടവർ നിറവേറ്റിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ആയിരിക്കുന്നിടത്ത് നമുക്ക് പറ്റുന്ന പോലെ ചെയ്യുന്നത് നന്മ. പക്ഷേ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടവർ ആ സ്ഥാനത്തിരുന്ന് അത് ചെയ്യാതിരുന്നാൽ അത് വലിയ പോരായ്മയാണ്, അത് കൃത്യവിലോപമാണ്. കേരളത്തിന്റെ എത്രയോ കോടി രൂപകളാണ് വിദ്യാഭ്യാസത്തിന്റെ പേരിൽ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോയത്, ഇപ്പൊ അന്യ രാജ്യങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കണക്കറ്റ തുക നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് കാരണക്കാരാരാണെന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ പറയും കണ്ണാടി നോക്കിയാൽ മതി കാണാം, ഒരു സംശയമില്ല. 89-90 ആ സമയത്ത് ഏതാണ്ട് ഒരു 30ഓളം മീറ്റിങ്ങിൽ കൊച്ചി നഗരത്തിൽ കൂടെ പ്രകടനം നടത്തി കമ്പ്യൂട്ടർവൽക്കരണം വേണ്ടേ വേണ്ട എന്ന് പറയാൻ ഞാൻ പോയിട്ടുണ്ട്, എൻ്റെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട്. സത്യത്തിൽ എത്രയോ പ്രാവശ്യം അതേക്കുറിച്ച് പിന്നീട് പരിതപിച്ചിട്ടുണ്ട്. ഇത് തന്നെ എന്നും നടക്കുന്നു, എപ്പോഴും നടക്കുന്നു. ഒരുപക്ഷെ ഇന്ന് ചെയ്യുന്ന ആ പ്രവൃത്തി ദോഷത്തെക്കുറിച്ച് പശ്ചാത്തപിക്കാൻ നമ്മൾ നാളെയോ നാളെ കഴിഞ്ഞോ കാത്തിരിക്കേണ്ടി വന്നേക്കും. ഇന്നലെ അബദ്ധം പറ്റിയ ഇന്ന് ചെയ്യുന്ന എല്ലാം ശരിയാന്ന് കരുതി ചെയ്യുന്നത് ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വലിയ അബദ്ധമാണെന്ന് നാളെ തിരുത്തിയേക്കാം. എന്ത് ചെയ്യാം? ഇതാണ് ഒരുപക്ഷെ നമ്മുടെ പരിമിതികളാകാം, അല്ലെങ്കിൽ അത്രയും ചിന്തിക്കാനുള്ള കഴിവായിരിക്കാം പ്രകൃതി നമുക്ക് തന്നിരിക്കുന്നത്. എന്തായാലും ഒരു യാഥാർത്ഥ്യത്തെ കഥാകാരൻ എഴുതിയത് സാർ അതിനേക്കാൾ യാഥാർത്ഥ്യത്തോടെ കേൾവിക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പ്രസന്റ് ചെയ്തു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എൻ്റെ ഭാഷ ഇത്ര മാത്രം. താങ്ക് യു സാർ, താങ്ക് യു. ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. ചെയ്തൊക്കെ തെറ്റായിപ്പോയി എന്നുള്ളത് ഒരു 10 വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു. ട്രിവാൻഡ്രത്ത് കോവളത്ത് ഇന്റർനാഷണൽ സ്റ്റഡീസിന് വേണ്ടി പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെമിനാർ നടന്നു. TP ശ്രീനിവാസൻ, നമ്മുടെ പഴയ അംബാസിഡർ, അങ്ങേരായിരുന്നു വൈസ് ചെയർമാൻ ഓഫ് ദി ഹയർ എഡ്യൂക്കേഷൻ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇനിഷ്യേറ്റീവ് എടുത്തത്. അന്ന് SFIയുടെ പയ്യൻ അങ്ങനെ എല്ലാരും കാണിച്ച് ഇപ്പൊ കുറ്റികൾ അടി കൊടുത്തു. നീ ആരുടെ ഇത് കൊണ്ടുവരാൻ ഇവിടെ? ഇന്ന് SFI കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നുണ്ട് അയാളെ ഞങ്ങളെ പാർട്ടിയിൽ പുറത്താക്കി എന്നൊക്കെ പറയുന്നുണ്ട്.
പക്ഷെ ഇന്നലത്തെ ബഡ്ജറ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതെ 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 അതെ. ഹയർ എഡ്യൂക്കേഷൻ ഇവിടെ കൊണ്ടുവരണം എന്ന് പറയുന്നത്. ഇത് 10 വർഷത്തിന് മുമ്പേ ടി പി ശ്രീനിവാസൻ ഇനിഷ്യേറ്റീവ് എടുത്ത് കമ്മിറ്റി ഇനിഷ്യേറ്റീവ് എടുത്ത് പറഞ്ഞാണ്. അപ്പൊ നമ്മൾ എന്തിന് എത്രയോ 1000 കോടികൾ നമുക്ക് നേട്ടമായിരുന്നു. 10 വർഷം നമ്മുടെ കയ്യിൽ നിന്ന് പോയേ. 10 വർഷത്തിലുള്ള ആ ജനറേഷൻ കുട്ടികളുടെ പഠിത്തവും പോയേ. അതെ അതെ അതെ. അടിച്ചോ ഇന്ന് ഒരുപക്ഷെ നാളെ മിനിസ്റ്റർ ആയിരുന്നിരിക്കും. അത് തന്നെയാണ് നമുക്ക് പറ്റിയ ദോഷം. ഇപ്പൊ സാറ് പറഞ്ഞു പണ്ട് കമ്പ്യൂട്ടർ സിന്ദാബാദ് വിളിച്ചു. ഞാൻ കേട്ടിട്ടുണ്ട് 67-ലൊക്കെ കമ്പ്യൂട്ടർ അറബിക്കടലിൽ എടുത്തെറിയണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. അല്ല, ഞാനിങ്ങനെയൊന്ന് കേട്ടിട്ടുണ്ട്. പാർട്ടി ഓഫീസിൽ കമ്പ്യൂട്ടർ ലിഫ്റ്റ് വെക്കണമെന്ന് പറഞ്ഞപ്പോ വിപ്ലവ നേതാവ് ഒരാൾ പറഞ്ഞു, നടന്നു കയറാൻ പറ്റാത്തതെന്ന് പാർട്ടി പ്രവർത്തനത്തിന് വരണ്ടാന്ന്. പക്ഷെ ഇപ്പൊ ലിഫ്റ്റ് ഇല്ലാത്ത പാർട്ടി ഓഫീസ് ഇല്ലാന്നായി. കാരണം ഒരു സ്റ്റെയറിന് ലിഫ്റ്റ് വേണം ബസ്സിൽ. അതാ പറയുന്നത്. എന്താ സുഖലോലതയുടെ അങ്ങേറ്റം എത്തി. നമ്മളെ കഥയിൽ നിന്നൊക്കെ മാറി പോകുന്നു. അത് വേണ്ട. ഓക്കെ, ആയിക്കോട്ടെ, അത് ശരിയാണ്, വേണ്ട. താങ്ക് യു. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും എതിർക്കുന്ന മുമ്പ് ഒന്ന് ആലോചിച്ചത് എതിർക്കണം, അത്രയോ. ഓക്കെ, നമ്മുടെ രാജ് സാർ ഉണ്ടോ? രാജ് സാർ പോയോ? ഓക്കെ, വേറെ രാജ്കുമാർ സാർ എന്തെങ്കിലും? ബുലൻ സാർ, ഉലഹന്നാൻ സാർ, ആന്റണി സാർ. സാർ, ഞാൻ കഥ കേട്ടില്ല, പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കി. അതിലൊറ്റ വാക്കേ എനിക്ക് പറയാനുള്ളൂ. ജോഷി സാർ ഒരു കാര്യം പറഞ്ഞു, അന്ന് കണ്ടവനെ അപ്പാന്ന് വിളിക്കുന്നത്. അത് അന്ന് കണ്ടവനെ അല്ല, ഏത് നിമിഷം കാണുന്നു ആ നിമിഷം കണ്ടവനെയാണ്. ആ നിമിഷം കണ്ടവനെ അപ്പാന്ന് വിളിക്കും. ദിവസത്തിന്റെ നീളമില്ല. ആ സംസ്കൃതി കേരളത്തിൽ വന്നതോടുകൂടി നമ്മുടെ സംസ്കാരം പോലും അങ്ങോട്ട് എത്തുകയാണോ, അങ്ങോട്ട് വലിക്കുകയാണോ എന്ന് നമുക്ക് തോന്നുകയാണ്. കമ്പ്യൂട്ടർ സംസ്കാരം ഇവിടെ ഇറക്കാൻ യൂണിവേഴ്സിറ്റിയിൽ, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റിയിൽ TM ജേക്കബ് സാറ് മന്ത്രിയായിരിക്കുന്ന ആ കാലഘട്ടത്താണ് ഒരു കമ്പ്യൂട്ടർ, വലിയ കമ്പ്യൂട്ടർ, അത് കൊണ്ടുവന്നിട്ട് അത് ഇറക്കാൻ അന്നത്തെ SFI സഹോദരന്മാർ സമ്മതിച്ചില്ല. അറബിക്കടലിലേക്ക് വലിച്ചെറിയാൻ പറഞ്ഞു. പക്ഷെ ഇന്ന് അവരുടെ ആസ്ഥാനത്ത് കമ്പ്യൂട്ടർ കൊണ്ട്, ഏറ്റവും ചെറിയ കമ്പ്യൂട്ടർ കൊണ്ട് വീട്ടിലിരിക്കുന്നവന്റെ അടുക്കള വരെ കണ്ട് പാർട്ടി പ്രവർത്തനം നടത്തുന്നു. സാറ് പറഞ്ഞു മാറിപ്പോവല്ലേ. ഞാൻ മാറുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ, ആ കഥയ്ക്ക് അതിൻ്റെതായ ഒരു അടിസ്ഥാനമുണ്ട്. നന്മ ചെയ്യുന്നവന് അവസാനം ലഭിക്കുന്നൊരു കൂലി ഇതാണ് എന്നുകൂടി ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. നന്മ ചെയ്യണ്ട എന്നല്ല, നന്മ ചെയ്തോളൂ. പക്ഷെ അവിടെ ഈ ഒരു കാര്യവും കൂടി സ്നേഹപൂർവ്വം ഉള്ളിൽ തോന്നണം. എനിക്ക് ചിലപ്പം കുരിശുമരണമാവാം, എങ്കിലും ഞാൻ ചെയ്യാനുള്ളത് ചെയ്യും. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, അപ്പോൾ പുതുപ്പാന്മാരുടെ ലിസ്റ്റിലേക്ക് എനിക്ക് തോന്നുന്നു ഈ കേരളത്തിലെ കർഷകരെ ഉൾപ്പെടുത്താൻ പറ്റും. കർഷകൻ പ്രത്യേകിച്ച് ഈ നാണ്യവിള കർഷകനല്ല, അവര് മോശമാണെന്ന് റബ്ബർ ചെയ്യുന്നവർ എന്നോട് പരിതപിക്കരുത്. ഈ ഭക്ഷ്യവിള നമ്മുടെ ഇതിലാണോ? അല്ല. അപ്പോ ഭക്ഷ്യവിള കൃഷി ചെയ്യുന്ന, പ്രത്യേകിച്ച് നെല്ല് കൃഷി ചെയ്യുന്നവര്, മറ്റ് കരകൃഷി ചെയ്യുന്ന ആളുകൾ, അവരൊക്കെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ ചില ആളുകൾ പറയും, ഇതൊക്കെ പുറത്തുനിന്ന് എന്തിനാ ഇവിടെ കൃഷി ചെയ്യുന്നത്, ഈ ആന്ധ്രയിൽ നിന്ന് അരി വരും, ഇല്ലെങ്കിൽ ടാബ്ലറ്റ് കഴിച്ച് ജീവിക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ കർഷകൻ സംരക്ഷിക്കപ്പെടേണ്ടുന്ന ഒരു സംഗതിയാണ് അവൻ. മറ്റൊന്ന്, ഞാൻ കുട്ടനാട്ടുകാരൻ എന്നുള്ള നിലയിൽ പറയുമ്പോൾ ഞാൻ ഒരിക്കലും ഇവിടെ മുരിക്കനെ കുറിച്ച് സംസാരിച്ചതാണ്. മുരിക്കനൊക്കെ ചെയ്ത വലിയൊരു ഉതപ്പാനായിരുന്നു ഈ പറയുന്ന മുരിക്കൻ എന്ന് പറയുന്നത്. അയാളെയൊക്കെ ഇവിടുന്ന് തുരത്തി കളഞ്ഞില്ലേ. വീട് തന്നെ അവിടെ നിൽപ്പുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഒരു സ്മാരകം പോലും ഇല്ലാത്ത ഒരു മനുഷ്യനായിരുന്നു. ഓക്കെ, അപ്പൊ ഈ അർത്ഥത്തിൽ ധാരാളം കർഷകരില്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഭക്ഷിക്കും? അതിന് പകരം വേറൊന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് വില കുറഞ്ഞ സാധനം അമേരിക്കയിൽ നിന്ന് വരും, അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് വരും, അല്ലെങ്കിൽ മറ്റിടത്തുനിന്ന് വരുമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ നാട്ടിലേക്കുള്ളത് എല്ലാവർക്കും അമേരിക്കയിൽ നിന്നും വാങ്ങിച്ചു കഴിക്കാൻ പറ്റില്ലല്ലോ.
അപ്പോൾ അതുകൊണ്ട് ഈ കർഷകൻ ഒരു ഒരു നവ പുതുപ്പാനാണ് ഇങ്ങനത്തെ ഓരോന്നും. ഓക്കെ, വേറെ ആരും പറയാനുവേണ്ടി ഞാൻ ഇടയ്ക്ക് കയറിയതാണ് കേട്ടോ. പോയി. അപ്പൊ നമുക്ക് രാജസ്ഥാനം പ്രത്യേകം നന്ദി പറയാം. വളരെ മനോഹരമായ ഒരു കഥ, ഒത്തിരി അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളാം, ഒത്തിരി പഴയ കാര്യങ്ങളെ കുറിച്ച് ഓർക്കാൻ, ഒത്തിരി എന്താ പറയുന്ന തെറ്റായ രീതികൾ അവലംബിക്കപ്പെടുന്നതിന്റെ ഒരു തുടക്കം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ഇതിന്റെ ക്ലൈമാക്സും വളരെയധികമായിരുന്നു. നന്മ ചെയ്ത വ്യക്തി നന്മയുടെ ആ സാഹചര്യത്തിലേക്ക് മറയപ്പെടുന്ന ഒരു സാഹചര്യവും കൂടെ. അത് ആ കഥയുടെ ഏറ്റവും വലിയൊരു ക്ലൈമാക്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ നാളത്തെ ദിവസം നമുക്ക് കാണാം. ആന്റണി സാറിന്റെ പ്രസന്റേഷൻ കാണാം. ഓക്കെ, താങ്ക് യു. ആൻഡ് രാജ് സാർ വന്നില്ലല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു. രാജ് സാർ എന്ത് ഔട്ടായി പോയോ? ഇല്ല സാർ ഉണ്ട്, എനിക്ക് ആരെയും വിളിച്ചാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. എല്ലാവരും നല്ലൊരു ഡിസ്കഷൻ ഇത് മുഖാന്തരം നന്ദി. ഇച്ചിരി ഈ പൈപ്പ് പറയാനുണ്ടോ എന്നാ ചോദിച്ചത്. ഓക്കെ, പറയാനുള്ളത് പൈപ്പ് വെള്ളം തന്നെ ഇത് നല്ലതാണെന്നല്ല ഞാൻ. ഈ പൈപ്പ് വെള്ളം PVC പൈപ്പ് എന്നൊക്കെ പറയുന്നത് ഇതിനകത്തൂടി ഈ പറയുന്നത് കെമിക്കൽ ഒരുപാട് ഇന്നത്തെ ഈ ക്യാൻസറിന് കാരണമായ പല കാര്യങ്ങളും പോകുന്നുണ്ട്. ഈ പൈപ്പ് വെള്ളം എന്ന് പറയുന്നത് ഈ അതേസമയം കിണറിലെ വെള്ളം എന്ന് പറയുന്നത് വളരെ ശുദ്ധമായ വെള്ളമാണ്. ഈ പൈപ്പ് വെള്ളം അതുപോലെ തന്നെ മറ്റുള്ള ഇതിൽ കൂടെയുള്ള GI പൈപ്പിൽ കൂടെ ഉള്ള വെള്ളം അതിനകത്ത് ഒരുപാട് പറയുന്നതായിട്ടുള്ള അനാരോഗ്യകരമായിട്ടുള്ള അംശങ്ങളുണ്ട്. തീർച്ചയായിട്ടും അതിനേക്കാൾ നല്ലതായിട്ട് നമ്മൾ ഏറ്റവും ശുദ്ധമായിട്ടുള്ള കിണറ്റിലെ വെള്ളം എന്നുള്ളത് ചിന്തിക്കുക. അപ്പം അതേസമയം ഈ സർക്കാർ നടപ്പിലാക്കുന്നതായിട്ടുള്ള ഈ വെള്ളത്തിന്റെ പദ്ധതിയൊക്കെ പലപ്പോഴും നമുക്ക് ആരോഗ്യത്തെ കാരണമാണ് എന്ന് ഓർക്കുക. Okay, sir. Thank you very much once again. നാളെ വീണ്ടും കാണാം. See you and good night. See you.